ഹലോ ഗൈസ്, അപ്പോൾ ദേവാസുരം എപ്പിസോഡ് 3 എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മുടെ ദേവാസുരത്തിൽ വന്നിരിക്കുന്നത് കുറച്ച് പേരുടെയൊക്കെ ഉണ്ട്. പിന്നെ തമിഴിനകത്ത് നമ്മൾ ഓട്ടോമാറ്റിക് വീറ്റ് ഫാം ആണെങ്കിലും ഒന്ന് ക്ഷമിക്കുക, തമിഴിന് ഉണ്ടാക്കുമ്പോൾ കുറച്ച് മിസ്റ്റേക്ക് പറ്റി. ഓട്ടോമാറ്റിക് ഫാമൊന്നുമല്ല, ചെറിയൊരു ഫാമാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു എനിക്കൊരു ബേസ് വെക്കണമെന്ന് ദേവാസുരത്ത്. അത് അത്യാവശ്യം സെറ്റപ്പ് ആവണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അത്യാവശ്യം ചെറിയൊരു ബേസ് നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആൻഡ് നമ്മൾ ബേസ് റിവീൽ ചെയ്യാൻ പോകണം ഗൈസ്. 3, 2, 1. ഇതാണ് ഗൈസ് നമ്മുടെ ക്യൂട്ട് ബേസ്. അത് ഗൈസ്, അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരാൻ വലിയ. ആദ്യം നമുക്ക് പുറത്തത്തെ വ്യൂ തന്നെ കാണിക്കാം ഗൈസ്. ഞാൻ വലിയ ബിൽഡറൊന്നുമല്ല, പക്ഷേ എനിക്ക് അറിയുന്ന രീതിയിൽ കുറച്ച് തട്ടിക്കൂട്ടാണ്. 3 നില ആണ്. 3ാമത്തെ നില വലിയ സെറ്റപ്പ് ഒന്നും ഇല്ലെങ്കിലും ഞാൻ പിന്നെ ഇവിടെ കുറച്ച് നമ്മളൊക്കെ പണിഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. വേറെ നല്ല ഗൈസ്, എനിക്ക് നെതറിലെ വൈറ്റ് ലിസ്റ്റ് കിട്ടി. സോ നെതറിലെ വൈറ്റ് ലിസ്റ്റിൽ കിട്ടണമെങ്കിൽ നമുക്ക് കുറച്ച് ടാസ്ക് ഉണ്ട്, ഞാനത് കംപ്ലീറ്റ് ആക്കി. ആൻഡ് നിങ്ങളിപ്പോൾ വിചാരിക്കും എൻ്റെ ആർമറിൽ എന്താണ് കുറേ ട്രിമ്മൊക്കെ ആയിരുന്നു. ഇത് വേറൊന്നുമില്ല ഗൈസ്, ഒരു ഭംഗിക്കാണ്. ഇതവളോട് തന്നെ മാറ്റും. ഞാൻ ചുമ്മാ ഒരു പരീക്ഷണത്തിന് വേണ്ടി ഈ ചുമല ട്രിം ഇട്ട് നോക്കിയതാണ് ഗൈസ്, പക്ഷേ ഇതെനിക്ക് ചേർത്തില്ല, പൊട്ട സാധനം. ഇനി എൻ്റെ കയ്യിൽ അടുത്ത ട്രിമ്മുണ്ട്, ഈ ട്രിം ഒന്ന് ഇട്ട് നോക്കണം ഗൈസ്. ഇത് അത്യാവശ്യം അടിപൊളിയാവാൻ ചാൻസ് ഉണ്ട്. ആൻഡ് റെഡ് സ്റ്റോൺ വെച്ചാണ് നമ്മൾ ട്രിം ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കിനി അടുത്ത സംഭവം വെച്ച് ലാപ്പീസ് വെച്ച് നോക്കണം. ആൻഡ് ഗൈസ്, ട്രിം സഹായിച്ച SCക്ക് വളരെ നന്ദിയുണ്ട്. ആൻഡ് നമുക്ക് നമ്മളെ ബേസ് തന്നെ ഞാൻ കാണിച്ചു തരാം ഗൈസ് എങ്ങനെയാണ്. ഇതൊക്കെയാണ് നമ്മുടെ പരിപാടി. ആൻഡ് ഇങ്ങനെ വരുവാണെങ്കിൽ നമ്മളെ തല, പിന്നെ നമ്മളെ SVയുടെ തല, പിന്നെ ഈ ബേസിൽ ഡിസൈൻ പറഞ്ഞു തന്ന ഈ പുള്ളിക്കാരുടെ പേര് ഞാൻ മറന്നുപോയി. ഈ പുള്ളിക്കാരനും എന്നെ സഹായിച്ചു, പുള്ളിക്കാരനും തല. ചെസ്റ്റ് നോക്കുവാണെങ്കിൽ ഇതൊക്കെയാണ് ഈ സംഭവങ്ങളും വരുന്നത്, ഇതൊക്കെ. ആൻഡ് ബെഡ് നമ്മളിങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്, അത് നമ്മൾ ചുമ്മാ ഒരു രസത്തിന് വേണ്ടിയിട്ട് സെറ്റാക്കിയതാണ് ഗൈസ്. പിന്നെ നെതർ ടാസ്ക് കംപ്ലീറ്റ് ആക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ബേസിൻ്റെ ഒരു 9x9 ബ്ലോക്കിൽ നമുക്കൊരു മാപ്പ് ക്രിയേറ്റ് ചെയ്യണമായിരുന്നു. സോ ഞാൻ മാപ്പും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മുടെ മല്ലൂബിലൂടെ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബേസ്. ഇതെന്താ ഞാൻ പറഞ്ഞത്, ഇതാണ് ഗൈസ് നമ്മുടെ ബിഗ് വീറ്റ് ഫാം. വലിയ ബേസ് ഒന്നുമില്ല, ഓട്ടോമാറ്റിക് അല്ലേ ഗൈസ്. അങ്ങനെ രണ്ടാമത്തെ നില കാണിച്ചു തരാം. രണ്ടാമത്തെ നില വരുവാണെങ്കിൽ ഇതാണ്. ഇവിടെ 2 വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ചെസ്റ്റ് വരുവാണെങ്കിൽ ഇതൊക്കെയാണ് ഗൈസ് സംഭവങ്ങൾ. നെതർ ടാസ്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. ഈ ഗോൾഡൊക്കെ എനിക്ക് കാർവിയാണെങ്കിൽ തന്നത്. കുറച്ച് ഗോൾഡ് ഞാൻ മൈൻ ചെയ്ത്, ബാക്കി അവൻ ഒരുപാട് സ്റ്റാക്ക് തന്ന്. പിന്നെ ഇത് നോക്കുവാണെങ്കിൽ ഇത് നമ്മുടെ ഒരു വ്യൂ പോയിൻ്റ് വരുന്നത്. ഇത് ഗൈസ് നമ്മുടെ ഒരു വീറ്റ് ഫാം വരുന്നത്. പിന്നെ അവിടെ നിന്നാണ് ഗൈസ് നമുക്ക് ഈ ബ്രെഡ് എടുത്തത്. പിന്നെ നമ്മൾ കുറച്ച് മരങ്ങളൊക്കെ നട്ടു വെച്ചു. അവിടെ നിന്നാണ് നമുക്ക് ഈ വുഡും ഇതൊക്കെ കിട്ടിയത്. ആൻഡ് ഇവിടുത്തെ വ്യൂ വരുന്നത് ഇങ്ങനെയാണ്. ആൻഡ് ഇതിൽ ഈ ഒരു വ്യൂവിൽ എനിക്കൊരു ഫ്യൂച്ചറിൽ ഒരു ബിൽഡ് ചെയ്യണമെന്നുണ്ട്. അത് അവിടെ ആയിട്ട് ഞാനൊരു ഷിപ്പ് ബിൽഡ് ചെയ്യും. എന്നിട്ട് ആ ഷിപ്പും ഈ ഐലൻഡും കണക്റ്റ് ആകുന്ന രീതിയിൽ ഒരു പാലോ ഞാൻ സെറ്റ് ചെയ്യും. എന്നിട്ട് ആ ഒരു ഷിപ്പിലായിരിക്കും ഞാൻ വില്ലേജിങ് ട്രേഡിംഗ് ആണ് ഉണ്ടാക്കുന്നത്. ഐഡിയ കേട്ടപ്പോൾ നിങ്ങൾക്ക് ആരുടെ ഒന്ന് മനസ്സിലാക്കി കാണും. നമ്മുടെ സുധീയുടെ ലെറ്റ്സ് പ്ലേയിലത്തെ ആ സംഭവമാണ് ഗൈസ്, എനിക്ക് വേറെ ഒന്നും തോന്നിയില്ല. ആൻഡ് ഇനി നമുക്ക് 3ാമത്തെ നിലയും കൂടി കാണിച്ചു തരാം. ഇത് വലിയ സുഖമൊന്നുമില്ല, ഇത് നമ്മൾ തട്ടിക്കൂട്ടിൽ ഉണ്ടാക്കിയതാണ്. ഒരു എൻചാൻറ്റിങ് സ്റ്റേഷനാണ് അത്. പിന്നെ ഇതൊക്കെയാണ് ഇത്രയുള്ള കേസ് നമ്മുടെ പരിപാടി. കുറച്ച് ഇതൊക്കെ ഉണ്ട് കേസ്, ഫയർ പ്രൊട്ടക്ഷനൊക്കെ നമുക്ക് ആഡ് ചെയ്യണം. പിന്നെ ഇതാണ് 3ാമത്തെ നില. 3ാമത്തെ നില വലിയ സുഖമൊന്നുമില്ല ഗൈസ്, ജസ്റ്റ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ തുടങ്ങിയത്. അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് നെതർ ടാസ്ക് കംപ്ലീറ്റ് ആക്കി എനിക്കിപ്പോൾ നെതറിൽ കയറാൻ പറ്റും. ഇനി നമ്മൾ ഹോം സെറ്റ് ചെയ്യില്ലായിരിക്കും, നമ്മുടെ കൂട്ടുകാരന്മാരുടെ ബേസിലോട്ട് പോകാനായിട്ട് ഒരു നെതർ പോർട്ടൽ സെറ്റ് ചെയ്യും. പിന്നെ അതായിരിക്കും ഗൈസ് പരിപാടി. അപ്പോൾ നെതർ പോർട്ടലാണ് ഞാൻ ഇത് ബിൽഡ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് ഒരു ചെറിയൊരു താഴത്തോട്ട് പോകുന്ന രീതിയിൽ ഒരു പോർട്ടലാണ് ഗൈസ് ബിൽഡ് ചെയ്യുന്നത്. ഇതെനിക്ക് കുറച്ചും കൂടി ഇത് സെറ്റപ്പ് ആക്കണം. ഇനി ഇതെന്നാണ് ചോദിക്കരുത്, ഇതെനിക്ക് എന്തോ ഞാൻ ബിൽഡ് ചെയ്ത് വെച്ചത് ഗൈസ്, എനിക്ക് അപ്പോഴത്തെ മൈൻഡിൽ. ആൻഡ് ഇത് ഈ പോർട്ടൽ നമുക്ക് കംപ്ലീറ്റ് ഇവിടെ നിന്ന് പൊട്ടിച്ച് മാറ്റിയിട്ട് എവിടെയെങ്കിലും നല്ല രീതിയിലൊരു വലിയ ബിൽഡ് ചെയ്ത് വെക്കണം. ലൈക്ക് കാർവിൻ്റെ ബേസിൽ കണ്ട മറ്റേ സോഡിൻ്റെ ലൈക്കിൽ ഒരു പോർട്ടൽ ബിൽഡ് ചെയ്ത പോലെ. ആൻഡ് ഇനി ഇത് തന്നെയാണ് ചെയ്ത് നമ്മുടെ മൈനിങ് ഏരിയ ആണ് ഗൈസ്. മൈനിങ് ഏരിയ കുറച്ച് വുഡൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റെയർസ്, കോബിൾ സ്റ്റോണിൻ്റെ സ്റ്റെയർസ് മറ്റൊരു ഡീപ് സ്ലൈറ്റ് ആകണം. അത്
കുറച്ച് പേരോട് ഉണ്ട് ഗൈസ്. പിന്നെ ബേസ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് കുറച്ച് പേര് പറഞ്ഞു ഈ ബേസ് കണ്ടിട്ട് ലെറ്റ്സ് പ്ലേയിലത്തെ ബേസുകളുണ്ടെന്ന്. എനിക്കങ്ങനെ തോന്നിയില്ല ഗൈസ്. കാരണം ലെറ്റ്സ് പ്ലേയിലത്തെ ബേസ് ഉണ്ടാക്കിയിരിക്കുന്നത് കംപ്ലീറ്റ്ലി വുഡ് വെച്ച്. ഇത് ഞാൻ ഫസ്റ്റ് നില പോലും മര്യാദയ്ക്ക് വുഡ് യൂസ് ചെയ്തിട്ടില്ല. കുറച്ച് പുറത്ത് മാത്രമാണ്. മെയിനായിട്ട് ഡീപ് സ്ലൈറ്റും ആ സ്റ്റോണൊക്കെയാണ്. ഇത് നമ്മുടെ അമ്മണിക്കുട്ടിയാണ് ഗൈസ്. പേരിടണമെങ്കിൽ നെയിം ടാഗിൻ്റെ ഉണ്ട് ഇടണം. ആൻഡ് ഇതാണ് ഗൈസ് നമ്മുടെ വീറ്റ് ഫാം. ഗൈസ് അത്യാവശ്യം നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്ന ഫുഡൊക്കെ ഇവിടെ നിന്ന് കിട്ടും. സോ എനിക്കിനി ഓട്ടോമാറ്റിക്കിൻ്റെ ആവശ്യമില്ല, ഇത് മതി എന്ന് തോന്നി. നമുക്ക് ഫ്യൂച്ചറിൽ മിക്കവാറും ഞാൻ ഓട്ടോമാറ്റിക് ഫാം ഉണ്ടാകും. പിന്നെ നമ്മൾ വെള്ളമുള്ള സ്ഥലത്തെല്ലാം കൊബിൾ സ്റ്റോണിൻ്റെ സ്ലാബ് വെച്ച് അടച്ചിട്ടുണ്ട്. അപ്പോൾ അതും സെറ്റ്. ഇതൊക്കെയാണ് ഗൈസ് നമ്മൾ ദേവാസുരത്തിൽ ചെയ്തിരിക്കുന്നത്. അതെ ഗൈസ്. ആൻഡ് ദേവാസുരം ഒന്ന് റീസെറ്റ് ചെയ്തായിരുന്നു സെർവർ എന്തോ ഇഷ്യൂസ് കാരണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹോം എല്ലാം പോയി. പക്ഷേ ഞാൻ പിന്നെയും ഇവിടെ ഹോം സെറ്റ് ചെയ്ത് SVയുടെ ബേസിൽ പോയിട്ട് അവിടെ ഒരു ഹോം സെറ്റ് ചെയ്തായിരുന്നു. പക്ഷേ എൻ്റെ ടൈം പ്ലേ മാറ്റി ഗൈസ്. ഞാൻ എത്ര ദിവസമായിരുന്നു എൻ്റെ പ്ലേ ടൈം? ഇപ്പോൾ നോക്കുവാണെങ്കിൽ 3 മണിക്കൂറേ ഉള്ളൂ, 3.5 മണിക്കൂർ. സോ ഇനി നമുക്കത് പിന്നെയും കൂട്ടണം ഗൈസ്. നമ്മൾ ഒരുപാട് ഗ്രൈൻഡ് ചെയ്ത് സെറ്റാകും. ഇനി എന്താ പറയുക വെച്ചാൽ എൻ്റെ അച്ചീവ്മെൻ്റ് ഒക്കെ പോയി. അത് എൻ്റെ അച്ചീവ്മെൻ്റ് ഒരുപാട് ഗൈസ് പോയി ഗൈസ്. ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് മാപ്പിനെ പറ്റി പറഞ്ഞുതരാം. ഇത് കണ്ടിട്ട് എൻ്റെ അടുത്ത് SV ചോദിച്ചു, ഇത് ഇത്രയും സംഭവങ്ങൾ എൻ്റെ ഏരിയ ആണ് ഇസ്രായേലേ. അതായത് മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഈ 2 ഐലൻഡ് ആയിരിക്കും. ഈ ഒരു ഐലൻഡും ഈ ഒരു ഐലൻഡും. ഇവിടെ ഞാൻ നല്ല രീതിയിൽ ബിൽഡ് ചെയ്ത് ഇവിടെ ബിൽഡ് ചെയ്യും. പിന്നെ ഇവിടെയൊക്കെ ഞാൻ കുറച്ച് നമ്മൾ ബിൽഡ് ചെയ്യും. എൻ്റെ മനസ്സിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. പിന്നെ ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല, അത് മറ്റേ ബയോമാണ്. ആ ബയോമിലൂടെ ബിൽഡ് ചെയ്യാൻ താല്പര്യമില്ല. ആൻഡ് എനിക്ക് ഇപ്പോൾ ചെറിയൊരു ആഗ്രഹമുണ്ട് ഗൈസ്. ഇതെൻ്റെ വേറൊരു ഫാമിംഗ് ലാൻഡ് ആക്കിയിട്ട് ഇങ്ങോട്ടൊരു പാലം കണക്റ്റ് ആവുന്ന രീതിയിൽ. പക്ഷേ അത് ഒരുപാട് ദൂരമായിട്ടായിരിക്കും. സോ ഒരുപാട് കഷ്ടപ്പെടണം. ആൻഡ് ചെയ്യും ഗൈസ്. വൺ ഡേ നമ്മളതൊക്കെ ചെയ്യും. ദേവാസുരം നമ്മൾ എന്തായാലും സെറ്റപ്പ് ആകും. ആൻഡ് ദേവാസുരത്തിൻ്റെ അപ്ഡേറ്റ് കഴിഞ്ഞെങ്കിൽ ഞാൻ എൻ്റെ ഡിസാസ്റ്റർ SMBനെ പറ്റി കുറച്ച് അപ്ഡേറ്റ് തരാം. ഡിസാസ്റ്റർ അത് തന്നെ ഗൈസ്. നമ്മളങ്ങനെ ഡിസാസ്റ്റർ സെർവർ മേടിച്ചിരിക്കുകയാണ്. മാസം 160 രൂപയും കണ്ടാണ് ഗൈസ് നമ്മൾ കൊടുക്കേണ്ടത്. ആൻഡ് സെർവർ 8 GB റാം കണ്ടാണെന്നാണ് തോന്നണത്. ആൻഡ് സെർവർ ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കി, അടിപൊളിയാണ്. സ്പോൺ പോയിൻറ്റും കാര്യങ്ങളും ഞാൻ ഡിസ്കോഡിൽ തന്നെ റിവീൽ ചെയ്തിട്ടുണ്ട്. സോ കാണാൻ താല്പര്യമുള്ള അതൊന്ന് പോയി ചെക്കൗട്ട് ചെയ്യുക. ആൻഡ് പിന്നീട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെർവർ ട്രെയിലർ ഞങ്ങൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ട്രെയിലറും സെറ്റാക്കിയതിന് ശേഷം നമ്മൾ ഉടനെ തന്നെ അതിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്യും. സോ ഇപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് എന്നാണ് ഡേറ്റ് എന്നൊക്കെ. നമ്മൾ ഫിക്സ് ചെയ്തിട്ടില്ല, ഫിക്സ് ആക്കും. സോ ട്രെയിലറിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, ഉടനെ തന്നെ വരും. അത് ഇന്നോ അല്ലെങ്കിൽ നാളെ ആയിട്ട് വരും ഗൈസ്. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. എന്തായാലും ഗൈസ് വീഡിയോ കുറച്ച് ചെറുതായിരിക്കും. അതുകൊണ്ട് ഞാൻ നെതർ ടാസ്ക് കംപ്ലീറ്റ് ആക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾക്ക് 2 സ്റ്റാക്ക് ഗോൾഡ് വേണം. നോർമൽ ഗോൾഡൻ ബ്ലോക്ക് ഒന്നും വേണ്ട, 2 സ്റ്റാക്ക് ഗോൾഡ്. പിന്നീട് നിങ്ങൾക്ക് 3 തരം സീഡ് വേണം. ഒരു വീറ്റ് സീഡും, പിന്നീട് ബീട്രൂട്ട് സീഡ് പറ്റത്തില്ല, ഒരു വീറ്റ് സീഡും, പിന്നെ പൊട്ടാറ്റോയോ ക്യാരറ്റോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പിന്നീട് തണ്ണിമത്തൻ സീഡും. ഇങ്ങനെ 3 തരം സീഡ് നിങ്ങൾക്ക് വേണം. പിന്നീട് സാപ്ലിങ്സ് വേണം, 3 തരം സാപ്ലിങ്സ്. അതൊരുപാടുണ്ടല്ലോ. ഇപ്പോൾ തന്നെ നോക്കുവാണെങ്കിൽ ഓക്ക് ബ്രിച്ചും ആണ് മെയിനായിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് സവാനയോ അല്ലെങ്കിൽ പ്രൂസോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു 3 ഓക്ക് വേണം. ആൻഡ് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെതർ ടാസ്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. എന്നിട്ട് ഡിസ്കോഡിൽ പോയിട്ട് ബ്രോസ് സ്നൈപ്പറിൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. പിന്നെ ഒരുപാട് പേര് പറഞ്ഞായിരുന്നു എന്നെയും കൂടി കൂട്ടാമോ ടീമിൽ നിന്ന്. എനിക്ക് ഈ സെർവറിൽ സോളോ ആയിട്ട് കളിക്കാനാണ് ഗൈസ് ആഗ്രഹം. സോളോ ആയിട്ട് ബിൽഡ് ചെയ്ത് സോളോ ആയിട്ട് ജീവിക്കാനാണ് ആഗ്രഹം. പറ്റുമെങ്കിൽ നമുക്ക് ഡിസാസ്റ്ററിൽ ടീമാവാൻ നോക്കാം. ഈ പറയുന്നവരുടെ അടുത്ത് ഒരുപാട് ഡിസാസ്റ്ററിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എനിക്കാരൊന്നും അറിയത്തില്ല. ആരുടെയിലൊക്കെ ഒരു ടീമാവണം. ആൻഡ് ഇനി എന്തെങ്കിലുമൊക്കെ ബിൽഡ് നമ്മളിവിടെ കൊണ്ടുവരും. സോ അതൊക്കെ കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. നമ്മൾ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. ഇവിടെ ഈ തടി നിൽക്കുമ്പോൾ ഒരു ഭംഗിയില്ല, ഇതെടുത്ത് മാറ്റാം. ഓക്കെ. പിന്നെ നമുക്ക് അമ്മണിക്കുട്ടിക്ക് ഒരു ക്യൂട്ട് നെയിം നിങ്ങൾ സജസ്റ്റ് ചെയ്യുക. അമ്മണിക്കുട്ടി ഒരു സുഖമില്ല, അത് ഓൾഡിനറി ഒരുപാട് യൂട്യൂബേഴ്സ് ഇട്ട പേരാണ് ഈ അമ്മിണിക്കുട്ടി. നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഒരു പേര് നമ്മുടെ പശുമ്പയ്ക്ക് സജസ്റ്റ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ. എനിക്കറിയാം ഗൈസ്, എൻ്റെ വീഡിയോ കാണുന്ന പലർക്കും പേരിടാൻ നല്ല കഴിവുണ്ട്. ജിക്കിടുവിനെ പോലെ ആരും പേരിടില്ല കേട്ടോ. പൊന്നെ സുറാപ്പി സെർവർ അറിയാലോ. സോ അവനെ പോലെ ആരും പേരിടരുത്. ആൻഡ് നമ്മുടെ ഈ പശുമ്പയ്ക്ക് ഒരു കൂട്ട് വേണം. നമ്മൾ സെറ്റാക്കി ഗൈസ് കൂട്ട്. സോ അതിനായിട്ട് നിങ്ങൾ ഒരു പേര് സജസ്റ്റ് ചെയ്യുക, പേര് പറയുക. എൻ്റെ നെയിം ടാഗ് ഉണ്ടെന്ന് തോന്നണേ. ഞാനതൊന്ന് പോയി നോക്കട്ടെ. എനിക്കറിയത്തില്ല, ഉണ്ടായിരുന്നായിരുന്നു ഗൈസ്. ഇപ്പോൾ ഇവിടെ പോയി എനിക്ക് അറിയത്തില്ല. ആൻഡ് ഗൈസ്
എനിക്കറിയാം നിങ്ങൾക്ക് ഈ ആർമർ ഒട്ടും ഇഷ്ടപ്പെടുത്തില്ലായിരിക്കുന്നത്. ഇത് നമ്മൾ ഉടനെ തന്നെ അയച്ചു മാറ്റും, നല്ലൊരു ട്രിം ആഡ് ചെയ്ത് സെറ്റാക്കും. ഗൈസ് ഇത്രേ ഉള്ളൂ ഗൈസ്. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതാ ഇത്രേ ഉള്ളൂ ഗൈസ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്കും കൂടെ അടിക്കുക ഗൈസ്. ആൻഡ് ഗൈസ് ഇപ്പോൾ നമ്മുടെ ഡിസാസ്റ്റർ ഉടനെ വരും. സോ അതും കൂടി കളിക്കാൻ ശ്രമിക്കുക. നമ്മൾ ഉടനെ തന്നെ വരും. വൈറ്റ് ലിസ്റ്റിലൊന്നുമില്ല, പബ്ലിക് സെർവറാണ്. സോ ഒരുപാട് ഇതൊക്കെ അറിയാൻ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഡിസ്കോഡിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഡിസാസ്റ്ററിൻ്റെ ലിങ്ക് ഉണ്ടാകും. അപ്പോൾ പറ്റുമെങ്കിൽ ജോയിൻ ചെയ്യുക. ആൻഡ് ഗൈസ് ബൈ ബൈ ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ, ടാറ്റാ.